ഇപ്രാവശ്യം ആലുവയിലുള്ള ജാതിക്കാത്തോട്ടം എന്ന് പറയുന്നൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ടുള്ള വിശേഷങ്ങളാണ് പറയുന്നത്. ആലുവ പെരുമ്പാവൂര് KSRTC റൂട്ടിലാണ് ഈ ഹോട്ടലുള്ളത്. ഈ ഹോട്ടൽ മറ്റ് ഹോട്ടലുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കുറേയധികം ജാതി മരങ്ങളും പിന്നെ മറ്റ് ചെടികളും മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഒരു വീടിൻ്റെ മുന്നിൽ കുറേ ഹട്ടുകൾ ഇവർ തയ്യാറാക്കിയിരിക്കുകയാണ്. ആ ഹട്ടിലാണ് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇന്നത്തെ മെനു ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഐറ്റം താലച്ചോറ് എന്ന് പറഞ്ഞ് 17 ഡിഷസ് ഉള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ ഈ ഹട്ടുകൾക്ക് ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ കിച്ചണും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചിക്കൻ ബിരിയാണിയും താലച്ചോറുമാണ് ഓർഡർ ചെയ്തത്. ഒരു അരമണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് നമുക്ക് ഒരു സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ ചിക്കൻ ബിരിയാണി 2 പീസ് ചിക്കനും പിന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിലുള്ള റൈസ് അതിൽ ഉണ്ടായിരുന്നു. ഇതാണ് താലച്ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 17 തരം കറികളാണ് ഇതിൽ വരുന്നത്. അതിലിപ്പോൾ ചിക്കൻ ഉണ്ട്, ഈ പൊടിമീൻ വറുത്തത്, ചെമ്മീൻ, പിന്നെ കണവ, ബീഫ്, പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ്, പിന്നെ മീൻ കറി. അതുകൂടാതെ സാമ്പാർ, രസം, മോര് ഇതൊക്കെ അവർ തരും. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മൾ ഇന്ന് കഴിക്കാൻ ചെന്ന എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എല്ലാ കറികളും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളായിരുന്നു. പ്രത്യേകിച്ച് ആ മീൻ കറി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ കുറച്ച് ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ബിരിയാണി ആണെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു. മസാലയും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവർ കുറച്ച് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ഇത് ആലുവ പെരിയാർ പുഴയുടെ തീരത്താണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ തീരത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ടും അവർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഏരിയയിൽ സർവീസ് ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ചെറിയ ചെറിയ ബർത്ത്ഡേ പാർട്ടീസ് എല്ലാം നമുക്കിവിടെ ഒരുക്കാനുള്ള സൗകര്യം അവർ അറേഞ്ച് ചെയ്ത് തരും. ചെറിയ ഒരു പൈസയുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മളിങ്ങോട്ട് തിരിച്ചു പോന്നു. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യും. അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. താങ്ക് യു.